ദുനിയാവെന്ന് പറഞ്ഞാൽ ആഴമേറിയ കടലാണെന്ന് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയാ. ആഴമേറിയ കടലാണ് ദുനിയാവ്. പണം കൊണ്ട്, ആഡംബരം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, ഭൗതിക ലോകത്തിന്റെ അധികാരം കൊണ്ട് അതിന്റെ അകത്തേക്ക് വീണുപോയാ അവിടെ നിന്ന് കരകയറാൻ കഴിയില്ല. അതുകൊണ്ട് ദുനിയാവ് പരാജയപ്പെടാതിരിക്കാൻ തഖുന സഫീനതുക ഫീഹാ തഖ്വ എന്ന് പറയുന്ന കപ്പലുണ്ടാക്കിയിട്ട് ആ കടലിന്റെ മുകളിലൂടെ യാത്ര ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തആല അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറയാണ്, പ്രിയപ്പെട്ട തങ്ങളെ, ദുനിയാവ് വലിയ ചതിയനാണ്. ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. മനുഷ്യന്റെ ഈമാനും ഹിദായത്തും സ്വലാഹിയത്തും മുഴുവനും ഈ ദുനിയാവ് നശിപ്പിച്ചു കളയാണ്. ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞാലും ദുനിയാവിന്റെ അക്രമപരമായ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തോടുകൂടി നമസ്കരിക്കാൻ ദുനിയാവ് സമ്മതിക്കുന്നില്ല. ഇബാദത്ത് ചെയ്യാൻ ഒരു കാരണവശാലും ദുനിയാവിന്റെ മോഹവലയങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു വല്ലാത്ത നശിച്ച ലോകമാണ് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ, അലി റളിയല്ലാഹു അൻഹു ആരാണ്? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണ്. വ അലിയും ബാബുഹാ, അലി റളിയല്ലാഹു തആല അൻഹു അതിന്റെ കവാടമാണ്. സ്വഹാബത്തിൽ വിജ്ഞാനത്തിന്റെ വിപ്ലവം കൊണ്ട് അത്ഭുത തീരത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ചു കൊണ്ടുപോയ മഹാനുഭാവനാണ് ബഹുമാന്യനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, നീ എന്തിനാണ് ഈ ദുനിയാവിനെ കുറ്റപ്പെടുത്തുന്നത്? ദുനിയാവ് നിന്നെ എന്താ ചെയ്തത്? ഞാൻ മോശമാണെന്നും ഞാൻ നിസാരമാണെന്നും എന്റെ പിന്നാലെ നടന്നാൽ നിങ്ങൾ നശിച്ചു പോകുമെന്നും ദുനിയാവ് നാഴിക്ക് 40 വട്ടം നിന്നോട് പറയുന്നില്ലേ? പിന്നെന്തിനാ ദുനിയാവിനെ കുറ്റപ്പെടുത്തുന്നത്? ഈ കിനാലൂരിന്റെ തച്ചമ്പോയിലിന്റെ പരിസരത്ത് പണത്തിന് വേണ്ടി ഓടി, പള്ളിയിൽ വരാതെ കൊട്ടാരം കെട്ടി, മക്കളെ ദീനുമായി ബന്ധമില്ലാത്തവരാക്കി, ഓടി നടന്ന് സുഖിച്ച് രസിച്ച് രമിച്ച് സുഖിച്ച് കളിച്ച് ചിരിച്ച് നടന്ന് അവസാനം അയാളെയും എല്ലാം മാറ്റി, ഉടുത്തിരുന്നതും ധരിച്ചിരുന്നതൊക്കെ മാറ്റി വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ട് കിടത്തി, നൂൽ ബന്ധം പോലുമില്ലാതെ കിടത്തി കുളിപ്പിച്ച് അയാളെയും 3 കഷണം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് കബറടക്കി. അപ്പൊ ദുനിയാവ് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ ആ മനുഷ്യൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ലാ തഗുറന്നകും ദുനിയാ കമാ ഗറത്തനി, ഞാൻ ദുനിയാവ് എന്നെ കൊണ്ട് കളിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കട്ടെ. ഇതുപോലെ മാറ്റമുണ്ടോ? നമുക്ക് വല്ല പണ്ടത്തെ ചെക്കനും പിന്നും തെങ്ങിന്റെ മേത്തെന്ന് പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും അതിന്റെ പിന്നാലെ ഓടുകയാണ്. ഇവിടെ ഭൂകമ്പം ഉണ്ടായാലെന്താ, ഇവിടെ ഭൂമി കൊടുത്തു. എന്റെ മോളെ കല്യാണത്തിന് 2 കോടി രൂപയുടെ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് എനിക്ക് പേരെടുക്കണം എന്ന ആർത്തിയിൽ മനുഷ്യൻ ഓടുന്ന കാലമാണ്. എന്തൊക്കെ എവിടെ സംഭവിച്ചിട്ടെന്താ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് ദുനിയാവിനെ നീ കുറ്റപ്പെടുത്തണ്ട. ദുനിയാവ് ഓരോ മനുഷ്യനോടും പറയുന്നുണ്ട്, എന്റെ പിന്നാലെ ഓടിയവിടെ ചരിത്രം, ഞാൻ മതി എന്ന് പറഞ്ഞ മാതാവിനെ വേദനിപ്പിച്ചവിടെ ചരിത്രം, ഞാൻ മതി എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കൈവടിഞ്ഞവിടെ ചരിത്രം, ഞാൻ മടിയെന്ന് പറഞ്ഞ് ഞാൻ മതി എന്ന് പറഞ്ഞ് ദുനിയാവിന്റെ പിന്നാലെ ഓടി ബന്ധങ്ങളെ വിലവെക്കാതെ അള്ളാഹുവിന്റെ ദീനിനെ വകവെക്കാതെ പള്ളിയും ബാങ്കും മദ്രസയും സ്ഥാപനങ്ങളുമെല്ലാം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് ദുനിയാവിന്റെ പിന്നാലെ ഓടിയവർക്കൊക്കെ പണി കിട്ടിയെന്ന് ദുനിയാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ദുനിയാവിനെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. നിങ്ങൾ സ്വയം നിങ്ങളുടെ 10 വിരലും നിങ്ങളുടെ നെഞ്ചിലേക്ക് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് പറയണം, ദുനിയാവിന്റെ പിന്നാലെ പോകരുതെന്ന് സർവരും പറയുമ്പോൾ നീയാണ് എടുത്തു പിടിച്ചു കൊണ്ടോടി ഒടുവിൽ നാശത്തിലേക്ക് ചെല്ലുന്നത്. ദുനിയാവ് അത്ര മോശമൊന്നുമല്ല. വല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ദുനിയാവിനെ അല്ലാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുകയാ.
ആ ദുനിയാവിന്റെ മുകൾ ഭാഗത്തൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങൾ സഞ്ചരിക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ്, ഈ ഭൗതിക ലോകത്ത് അല്ലാഹു തന്നിരിക്കുന്ന ദുനിയാവിന്റെ സൗന്ദര്യത്തെ നിഷിദ്ധമാക്കുന്നതാരാണ്? നിഷിദ്ധമാക്കുന്നതാരാണ്? പകൽ സമയത്ത് കിനാലൂര് പച്ചമ്പൂരിന്റെ ഭാഗത്തൂടെ ഒന്ന് നടന്നു പോകാൻ കൊതിച്ചുപോയി ഞാൻ വാഹനത്തിൽ ഇങ്ങോട്ട് വരുമ്പോ ആ സൗന്ദര്യം ആസ്വദിക്കുന്നൊരു തെറ്റാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നല്ല ഭക്ഷണം കഴിക്കുന്നൊരു തെറ്റാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നല്ല വീട് വെക്കുന്നൊരു തെറ്റാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല വസ്ത്രവും ആഭരണവും കൊടുക്കുന്നൊരു തെറ്റാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു തന്നെ ചോദിക്കുകയാണ്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ്, ആരാണ് ഹറാമാക്കിയത്? ദുനിയാവിന്റെ സർവ്വതും നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പറഞ്ഞതാരാണ്? ആരാണ്? അങ്ങനെ പറയാൻ പാടില്ല. ദുനിയാവിലുള്ളത് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ വലാ തൻസ നസീബക മിനദ്ദുനിയാ, ദുനിയാവിൽ നിനക്ക് അല്ലാഹു തന്നിരിക്കുന്ന നിന്റെ വിഹിതം നീ മറക്കണ്ട. നിനക്ക് വിധിക്കപ്പെട്ടത് നിന്റെ ഭക്ഷണം, നിന്റെ ഭാര്യ, നിന്റെ കുടുംബം, നിന്റെ മക്കൾ, നിന്റെ വീട്, നിന്റെ വാഹനം, അതൊക്കെ നീ ആസ്വദിച്ചു കൊള്ളുക. പക്ഷേ ആ ആസ്വാദനത്തിന്റെ ഇടയില് വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ, എന്നെന്നും ശാശ്വതമായത് ആഖിറമാണെന്ന് മറന്നുപോകല്ലേ. ഈ ആസ്വാദനത്തിന്റെ കൂടുതൽ കൊണ്ട് ആഖിറത്തെ മറന്നുപോകല്ലേ. എനിക്കും നിങ്ങൾക്ക് സംഭവിച്ചു പോയിരിക്കുന്നത് അതാണ്. ദുനിയാവിന്റെ ആസ്വാദനം നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് പതിയെ നമ്മൾ എന്ത് ചെയ്യുകയാ? അല്ലാഹനെ മറക്കുകയാ, ആഖിറം മറക്കുകയാ. പണം കൂടുമ്പോ, സുഖം കൂടുമ്പോ, ആഡംബരം കൂടുമ്പോ, ആനന്ദം കൂടുമ്പോ പതിയെ പരലോകത്തിൽ നിന്ന് നാം ഓടി ഒളിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പച്ചമ്പൂയിൽ വന്ന സഹോദരങ്ങളോട് പറയുകയാ, ദുനിയാവ് ആവശ്യത്തിന് മതി, അതിനപ്പുറത്തേക്ക് നിന്റെ മനസ്സിനെ, മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന, മാടി വിളിച്ചുകൊണ്ട് പരലോകത്തെ മറന്നു പോകുന്ന മരവിപ്പിന്റെ ലോകത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്ന കളിക്ക് നീ നിന്നുകൊടുക്കല്ലേ. ഫൈദാ ഖുലിയത്തിസ് സ്വലാ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫന്തശിറൂ ഫിൽ അർളി, ഈ ഭൂമിയിൽ നിനക്ക് അല്ലാഹു വിധിച്ചിരിക്കുന്ന ദുനിയാവിന്റെ സമ്പാദ്യത്തിന് വേണ്ടി ഓടുക. മക്കളെ പോറ്റാൻ, ഭാര്യയെ പോറ്റാൻ, കുടുംബത്തെ പോറ്റാൻ, പള്ളി വെക്കാൻ, മദ്രസ വെക്കാൻ, നിനക്ക് കഷ്ടപ്പെടാനുള്ള വഴി അല്ലാഹു ദുനിയാവിൽ തുറന്നു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നീ കടന്നു പോവുക എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്. ദുനിയാവ് തീരെ വേണ്ടാന്നോ, ദുനിയാവിന്റെ സുഖമൊന്നും വേണ്ടാന്നോ, എല്ലാവരും ടാർപ്പേരടിയിൽ ഒതുങ്ങിക്കിടക്കണമെന്നോ എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ദുനിയാവിന്റെ സുഖരസങ്ങളുടെ പിന്നാലെ പോകുമ്പോ അല്ലാഹയെ, ആഖിറത്തിനെ നിങ്ങൾ മറന്നു പോകരുതെന്നേ ഉള്ളൂ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു വ്യക്തിക്ക് 4 ശത്രുക്കളുണ്ട്. ഒരു വ്യക്തിക്ക് 4 ശത്രുക്കൾ. കല്യാണത്തിന് വിളിക്കാത്തവരും, ഹജ്ജിന് പോകുമ്പോൾ പറയാത്തവരും, ഭർത്താവ് കൊണ്ടുവന്ന മാല കാണിച്ചു കൊടുക്കാത്തവളൊന്നും അല്ല. അതൊക്കെയാണ് നിങ്ങളുടെ ശത്രുക്കൾ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന, ഒരു വ്യക്തിക്ക് 4 ശത്രുക്കളുണ്ട്. ഒന്നാമത്തെ ശത്രു ഇബ്ലീസ്. ശത്രു ഇബ്ലീസാണ്. ഒരു കാരണവശാലും അനുവദിക്കൂല. ഇന്ന് മഴ പെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടാവുക ഇബ്ലീസ് ആയിരിക്കും. അല്ലാഹ്, സന്തോഷമായി പടച്ചോനെ. തച്ചൻ പോയിരിയാർക്ക് അവരൊരു സലാത്തെങ്കിലും ചെല്ലിയാൽ നഷ്ടം അവനാണ്. നിങ്ങളെ നാവ് കൊണ്ടൊരു ആമീനെങ്കിലും പറഞ്ഞാലും നഷ്ടം അവനാണ്. അവൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവനിങ്ങനെ തന്ത്രപരമായി ഒരു കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ പൊളിഞ്ഞു പോകും. ഒരു വാത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് അവന് വലിയ സന്തോഷമാവും. നമ്മുടെ എല്ലാവരുടെയും ഒന്നാമത്തെ ശത്രു ഇബ്ലീസാണ്. രണ്ടാമത്തെ ദുനിയ. ഇബ്ലീസ് വദ്ദുനിയ വനഫ്സി വൽവറാ യാ റബ്ബി അൻത അലൽ ഖലാസി ഖദീറൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാമത്തെ ദുനിയാവാണ്. രണ്ടാമത്തെ ദുനിയാവ് എങ്ങനെ ശത്രുവാവുക? കുറേ കാലങ്ങൾക്ക് മുമ്പ് ഉടുതുണിക്കും മറുതുണിയില്ലാതെ നടന്ന കിനാലൂർ തച്ചമ്പുയിലെ കുടുംബങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്ക്. പണ്ട് അന്നത്തെ താത്തയൊക്കെ തലമറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് മറയ്ക്കുക. കാരണം പൈസ ഇല്ലാത്തവർ മറയ്ക്കുന്നത് ഇങ്ങനെയാണ്.
പള്ളിയിൽ പിരിവിനൊക്കെ വന്നിരിക്കണവർ കണ്ടിട്ടില്ലേ? ഇങ്ങനെയാണ് മറയ്ക്കുക. അവർക്ക് സ്റ്റൈലെന്ന് പറഞ്ഞുകൂടാ. കുറച്ച് പൈസ കൂടിയാലോ ഇതങ്ങോട്ട് മാറും, പിന്നെ ഇതിങ്ങനെ ഒരു ചുറ്റൽ ചുറ്റും. കുറച്ചുകൂടെ പൈസ വന്നാൽ ഇതിങ്ങനെ ഒരു ചുറ്റൽ ചുറ്റും. കുറച്ചുകൂടെ പൈസ വന്നാൽ ഇവിടെ ഒരു സാധനം പൊങ്ങി വരും. എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, പരിശോധനയില്ല. അങ്ങനെയാണ് പൈസ വരുമ്പോൾ ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടാവും ഈ തലയിലെ ഈ സാധനത്തിന്. ആണുങ്ങൾ മോശമൊന്നുമല്ല. പൈസ ഇല്ലാത്തപ്പോൾ ആണുങ്ങൾ മുണ്ടെടുത്തുകൊണ്ട് കിടക്കുന്നത് ഇങ്ങനെ മുണ്ടിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചായ തട പോയാന്ന് പറയും. പൈസ കുറച്ച് വരുമ്പോൾ ഈ സാധനം ഇങ്ങനെ പൊങ്ങും. പിന്നെ ഇവിടെ ഇങ്ങനെ എനിക്ക് പൊക്കി കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ലൈവൊക്കെ ഉള്ളതല്ലേ, അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ മൊത്തം പ്രശ്നമാണ്. ഈ സാധനം ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ കുറച്ച് പൈസ വന്നതിൻ്റെ അടയാളമാണ്. കുറച്ചുകൂടെ പൈസ വന്നാൽ ഇത് രണ്ടും ഇങ്ങനെ മടക്കിയിട്ട് കാലിൻ്റെ വെളുപ്പും ദുബായിൽ നിന്നിട്ട് വന്നതിൻ്റെ ആ തുടിപ്പൊക്കെ പുറത്ത് കാണിച്ചിട്ട് ഇങ്ങനെ നടക്കല. ഇത് ഞാനീ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. സ്വാഭാവികമായും ഒരു മനുഷ്യൻ അവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ്. സംസാരത്തിൽ മാറ്റം ഉണ്ടാവും. സാധാരണക്കാർ ദുനിയാവ് പിടികൂടിയിട്ടില്ലാത്ത മനുഷ്യൻ സമദ് വൈസി ഉസ്താദിനോട് എന്താ പറയാ? അസ്സലാമു അലൈക്കും ഉസ്താദ്, സുഖമാണ്, എന്തൊക്കെ വിശേഷങ്ങൾ. കുറച്ച് അവൻ ഗൾഫിലൊക്കെ മുതലാളിയായിട്ട് വലിയ മുതലാളിയൊക്കെ ബിസിനൊക്കെ ഉസ്താദിനെ കണ്ട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ഒന്ന് ചോദിച്ചു. അതെന്താ മാറ്റം വന്ന? അതാണ് പൈസയുടെ മാറ്റം. അതങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ എന്തോ ഒരു ഈഗോ അവനെങ്ങനെ അടിക്കും, അതാ പ്രശ്നം. അവൻ പള്ളിയിൽ വെള്ളിയാഴ്ച ഇറന്ന് നേരത്തെ വന്ന് ഇവിടെ ഇരുന്ന് ആര് സൂറത്തുൽ കഹ്ഫ് ഓതൂല? ആര്? ദുബായിൽ അല്ലെങ്കിൽ ഖത്തറിൽ അല്ലെങ്കിൽ മസ്കറ്റിൽ അറബിയുമായിട്ട് വലിയ ബന്ധുവായി വലിയ കോടീശ്വരൻ ഇവിടെയൊക്കെ ഒരുപാട് വസ്തുവൊക്കെ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു പണക്കാരൻ ഈ പള്ളിക്കകത്ത് വെള്ളിയാഴ്ച 11 മണിക്കൊന്ന് സൂറത്തുൽ കഹ്ഫ് ഓതും. ഇച്ചിരി പുളിക്കും. അതായിരിക്കും അവൻ വരുന്നത് എപ്പോഴാ? ഖത്തീബ് മിമ്പറിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഒതു കൊടുത്ത് ഏറ്റവും പുറകിൽ അല്ലാഹു അക്ബർ. സമയമില്ല, ബിസിയല്ലേ, ഇപ്പോൾ വന്നതേ ഉള്ളത്, കഴിഞ്ഞ ഉടൻ തന്നെ പോകണം തിരുവനന്തപുരത്ത്, വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഫുൾ ബിസിയാണ്. ബിസി അല്ലെങ്കിലും ബിസി ആക്കണം, അല്ലെങ്കിൽ മോശമാണ്. ഇതാണ് ദുനിയാവ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് ദുനിയാവ്. ഈ ദുനിയാവ് തൊട്ട് തീണ്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് അബ്ദുള്ള ഉസ്താദ് ഇവിടെ ഇരുന്നത്. ആ ദുനിയാവ് ശരിക്കും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോവാണ്, എനിക്ക് നല്ല ക്ഷീണമാണ്, കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ ഇവിടെ നിന്ന് മുങ്ങും. കഴിയൂല. അങ്ങനെ ഒരു അംശമെങ്കിലും ഒരു സാധ്യത ദുനിയാവിന് കടക്കാൻ കൊടുത്താൽ നമ്മൾ തോറ്റുപോകും. രണ്ടാമത്തെ ശത്രു ദുനിയാവാണ്. നമ്മുടെ മനസ്സിനെ മാറ്റും. സഹാബത്തിന്റെ മനസ്സിനെ മാറ്റിയില്ലേ? സഅലബത്ത് പാവമായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ സലാം വീട്ടിയ ഉടനെ ദുആക്ക് പോലും ഇരിക്കാതെ ഇറങ്ങി ഓടുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ സഅലബ, ഇതെന്തൊരു ഓട്ടമാണ് സഅലബ, ദുആ ഇല്ലേ, ഒന്നും അള്ളാഹിനോട് ചോദിക്കാനില്ല. യാ റസൂലല്ലാ, ഈ വസ്ത്രമാണ് നബിയേ എനിക്കെന്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് അവൾക്ക് നിസ്കരിക്കേണ്ടത്, വേറെ വസ്ത്രമില്ല റസൂലേ. ഇത് കിനാലൂരിലെ തച്ചമ്പൂലുകാരുടെ ചരിത്രമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത റസൂലിന്റെ ചാരത്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം. അള്ളാന്റെ ഹബീബ് ഒരു ആടിനെ കയറോടുകൂടി ആടിന്റെ കയർ പിടിച്ചു കൊടുത്തു. ബറക്കത്തുള്ള കയ്യല്ലേ, പിന്നെ ആട് പെറ്റുവരുകൂലേ. ഇതുകൊണ്ട് നീ ജീവിച്ചോ സഅലബ. ആടായി, ആട് മുതലാളിയായി, ആട് കമ്പനിയായി, വലിയ വലിയ ആടിന്റെ തോട്ടം തന്നെ സഅലബത്തിനുണ്ടായി. പിന്നെ സഅലബത്തിന് പള്ളി നിസ്കരിക്കാൻ വരാതായി, പിന്നെ സഅലബത്തിന് ടൈമില്ലാതായി, പിന്നെ സഅലബത്തിന് സക്കാത്തിന്റെ പാവങ്ങളുടെ അവകാശം കൊടുക്കാൻ കഴിയാതെ ഇത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് മുത്തുനബിയോട് പറഞ്ഞു വിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് ദുനിയാവ്. അത് നാം ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ടാമത്തെ ശത്രു ദുനിയാവാണ്, മൂന്നാമത്തത് നഫ്സി, മൂന്നാമത്തത് നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ്. മൂന്നാമത്തെ നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ്. ശരീരം ഒരിക്കലും 1.5 മണിക്കൂർ തറാവീഹ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോകാൻ ഇഷ്ടപ്പെടൂല. അതാണ് നമ്മുടെ ശരീരം ശത്രു എന്ന് പറയാൻ കാരണം. അതാ ശരീരത്തിന് ഏറ്റവും അധികം ഇഷ്ടം എന്താ? 20 മിനിറ്റ് കൊണ്ട് 20 റക്അത്ത് തറാവീഹ് തീരുന്ന പള്ളിയുണ്ടോ അവിടെ പോകും. അൽഹംദുലില്ലാഹ്, സൂപ്പർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആട്ടിപ്പൊളി, കൈകെട്ടും പുറക്കൂ, എന്തൊരു രസാന്നറിയോ. അതാണ് നമ്മുടെ ശരീരത്തിന് പോകും. അല്ലാതെ അങ്ങനെ നിന്ന റഹ്മാനോ അല്ല ഇങ്ങനെ നോക്കും ക്ലോക്കിൽ, അല്ലോ താഴത്തിന് സമയമായി റബ്ബെ നിർത്തല്ലേ ഈ ബാഹ്യ ഇങ്ങനെ. ഇത് ശരീരത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ശരീര ശത്രുവാ. ഒരു കഷ്ടപ്പാടിനും ശരീരം നിൽക്കൂല. നേരെ പൈസ മുടക്കി മക്കത്ത് പോകും, ഒരു ഉംറ ചെയ്യും, റൂമിൽ ഒന്ന് അങ്ങനെ കിടക്കും. എന്നിട്ട് ഹറമിന്റെ അടുത്ത് ഇങ്ങനെ മൊബൈൽ ഓണാക്കി ഫുള്ള് വീഡിയോ, വാപ്പായെ വിളിക്കണം, ഉമ്മായെ വിളിക്കണം, ലൈവിൽ ഇങ്ങനെ ഒരു ഉംറ ചെയ്യും. കഴിഞ്ഞ് അവന്റെ ഈ 70,000 90,000 1.5 ലക്ഷം രൂപ കഴിഞ്ഞു. ഇതെന്നെ ജോലി. ശരീരം കഷ്ടപ്പെടൂല, കഷ്ടപ്പെടുത്തണം. മഹാന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തത്. 40 വർഷം കൊണ്ട് മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഷുഗറിന്റെ മരുന്ന് കഴിക്കുകയാണ്. ഇപ്പോഴും ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ കാല് നീരാണെങ്കിലും വയ്യെങ്കിലും വരുന്നത് എന്തിനാണ്? അതൊരു ഹിദ്മത്തല്ലേ, ഒരു നാടിന്റെ ദീനി ദഅവത്തല്ലേ, നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അവിടെ ഓഫീസിട്ട് കസേര ഇരുന്നത് കൊണ്ട് ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അവരെങ്ങനെ നടക്കുകയാണ്.
ആ ശരീരത്തെ ശത്രുവായി തന്നെ കാണണം. അതിനെ സുഖിപ്പിക്കരുത്, അതിനെ തലോടരുത്, അതിനെ കഷ്ടപ്പെടുത്തണം. നോമ്പാണെങ്കിൽ നോമ്പ് പിടിപ്പിക്കണം, തറാവിയാണെങ്കിൽ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും വേദന ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കണം, അങ്ങനെ നിസ്കരിപ്പിക്കണം. അങ്ങനെ ശരീരത്തെ അങ്ങനെ സുഖിപ്പിക്കാൻ വിടരുത്, അത് ശത്രുവാണ്. നാലാമത്തത് നമ്മുടെ ജനങ്ങൾ തന്നെയാണ് ശത്രു. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 ആൾ വരികയാണെങ്കിൽ പിന്നെ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂടും. അപ്പോൾ കൂടെ ഇരിക്കുന്നവർ പറയും, ആളെ നിസ്കാരം കണ്ട എത്ര സമയമായി, എന്തൊരു ഇഷാണത്, സമ്മതിക്കണം, കഴിഞ്ഞു. ഈ നിസ്കരിക്കണവൻ്റെ കാര്യത്തിന് തീരുമാനമായി. അതാണ് അവർ ശത്രു എന്ന് പറഞ്ഞത്. ആളുകൾ എന്തെങ്കിലും കുറച്ച് പറഞ്ഞാൽ നാളെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഇവിടുത്തെ പ്രസിഡന്റ് പേര് ഇതിനകത്തുണ്ട്. പ്രസിഡന്റ് പേര് സമദ് വൈസി ഉസ്താദ് ഉസ്താദും പോയാ ഉസ്താദ് മറ്റേ അബ്ദുൽ ഹുസാനെ കൊണ്ടാക്കാൻ പോയതാ. സമദ് വൈസി ഉസ്താദ് പ്രസിഡന്റ് വേണ്ട, ഖത്തീബ് തന്നെ ആയിക്കോട്ടെ. ഖത്തീബിനോട് ഒരാൾ പറയാണ്, പെരും മഴ പെയ്തെങ്കിലും നമ്മളെ പരിപാടി റാഹത്തായില്ലേ, ഞങ്ങൾ അടിപൊളിയാ ഉസ്താദ് എന്ന് പറയുമ്പോൾ സമദ് വൈസി പിന്നെ സൂപ്പറല്ലേ കഴിഞ്ഞ സമദ് വൈസിയുടെ കാര്യത്തിൽ തീരുമാനമായി, കച്ചവടം ഒതുങ്ങി. ആരാ? ഈ വന്നു പറഞ്ഞ ആൾക്കാരാണ് സമദ് വൈസിയുടെ ശത്രുക്കൾ. അങ്ങനെ സൂചിപ്പിക്കരുത്, പറയാൻ പാടില്ല. പ്രസിഡന്റിനോട് പറയാം, നിങ്ങൾ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് തച്ചൻ പോലെ പരിപാടി ഇന്നലെ നടന്നത്, ഇല്ലെങ്കിൽ ആ പെരുമഴയത്ത് ഒരു പരിപാടി നടക്കൂല. അപ്പൊ പ്രസിഡന്റ്, ഞാനന്ന് പറഞ്ഞില്ല, എൻ്റെ കയ്യിലെല്ലാം ഭദ്രമാണ്, സൂപ്പറാണ് ഞാൻ, കഴിഞ്ഞു. പ്രസിഡന്റ് കാര്യം ഖത്തം ഹോഗയാ. ഇതാണ് ശത്രുക്കൾ, ഈ ജനങ്ങൾ. നമ്മൾ ഇതിനു വേണ്ടി നിൽക്കരുത്, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക. പരിപാടി നടക്കട്ടെ, നടക്കാതിരിക്കട്ടെ, മഴ പെയ്യട്ടെ, പെയ്യാതിരിക്കട്ടെ, ആ സാഹചര്യത്തിൽ എന്താ ഉള്ളത് അതും കൊണ്ടുള്ളത് പോലെ പോവാം. നമ്മൾ ആരെ മദ്ഹ് പറയാനും ഉപദ്രവിക്കാനും പോകരുത്, അവരവരുടെ കാര്യം നോക്കുക. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 4 ശത്രുക്കളാണ് മനുഷ്യർക്ക്: ഇബ്ലീസ് വദ്ദുനിയാ വനഫ്സി വൽവറാ യാ റബ്ബി അൻത അലൽ ഖലാസ് ഖദീറു. ശാഫി ഇമാം പടച്ചവനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ് നീയാണതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതല്ലാ. ആ ശത്രുക്കളുടെ പിടിയിൽ നിന്ന്, പടച്ചവനെ, ആ ശത്രുക്കളുടെ പിടിയിൽ നിന്ന് നീയാണ് എന്നെ രക്ഷപ്പെടുത്തേണ്ടത് റബ്ബേ എന്ന് ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈ 4 ശത്രുക്കളെയും കീഴടക്കിയവരാണ്. പാതിരാത്രി മുഴുവനും അല്ലാഹുവിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞവരാണ്. 2 ദിവസം കൊണ്ട് അള്ളാന്റെ ഒരു ഖത്തം പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി തീർത്തവരാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്തവരാണ്. ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്തവരാണ്. ശരീരത്തിൽ അല്ലാഹു രോഗം കൊണ്ട് പരീക്ഷിച്ചപ്പോ നെഞ്ചിന്റെ താഴെയായി, അതേ കഴുത്തിന്റെ താഴെയായി, പൊക്കിളിന്റെ മുകളിലായി മാരക രോഗങ്ങളുടെ കൂടായിരുന്നു മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. ശരീരത്തിന്റെ മലദ്വാരത്തിലൂടെ ബ്ലഡ് പൊട്ടി ഒഴുകുമായിരുന്നു ഇമാം ശാഫി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഇരിക്കുന്ന കസേരയിൽ ഹോൾ ഇട്ടിട്ട് അതിലിരുന്നിട്ടാണ് മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു ദർസെടുത്തിരുന്നത്. എന്നിട്ട് പോലും ശരീരത്തിന് കീഴ്പ്പെട്ടു കൊടുത്തില്ല, എന്നിട്ട് പോലും ശരീരത്തിന്റെ സുഖത്തിന് കീഴ്പ്പെട്ടു കൊടുത്തില്ല. ഒരിക്കലും ഇബ്ലീസിന്റെ ചിന്തകൾക്ക് വഴിമാറി കൊടുത്തില്ല. ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് തന്റെ ചിന്തകളെ മാറ്റം വരുത്തിയില്ല. അതുപോലെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കണം. ഞാൻ പറയാൻ കാരണം എന്തെന്നറിയോ? നമ്മൾ മരണപ്പെട്ടു പോയ 3 കഷണം തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ, എന്റെ പെങ്ങളെ, ആരും വരൂല മോളെ, ആരും വരൂല മോനെ. ഇവിടെ നമ്മുടെ കൂടെ നടന്നവര്, നമ്മളെ തോളത്ത് വൈകിട്ട് ചിരിച്ചവര്, നമ്മളെ പരിഹരിച്ചവര്, കളിയാക്കിയവര്, കുറ്റപ്പെടുത്തിയവരെല്ലാവരും അകന്നു പോകും. നീയും നീ ചെയ്തു പോയ അമലുകളും മാത്രമായി ഖബറിന്റെ കത്ത് കിടക്കുമ്പോ, ദുനിയാവ് നിന്നെ ചതിക്കല്ലേ, ദുനിയാവ് നിന്നെ നശിപ്പിക്കല്ലേ, ദുനിയാവിന്റെ ചതിക്കുഴിയിൽ വീടല്ലേ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഹുബ്ബുദ് ദുനിയാ റഅ്സു കുല്ലി ഖത്രിയ. ദുനിയാവിനെ പ്രേമിക്കുക എന്ന് പറയുന്നത് എല്ലാ തെറ്റുകളുടെയും മാതാവാണ്, എല്ലാ തെറ്റുകളുടെയും നേതാവാണ് ദുനിയാവിനോടുള്ള പ്രേമം. ഈ കിനാലൂർ പച്ചമ്പയിൽ ഉമ്മയുമായി മക്കൾ പിണങ്ങിയെങ്കിൽ അതിന്റെ കാരണം എന്താ? ഉമ്മയുമായി മക്കൾ പിണങ്ങി, എന്താ അതിന്റെ കാരണം? എന്താണ് അതിന്റെ കാരണം? ദുനിയാവാണ്. എന്ത് ദുനിയാവ്? ഉമ്മ വസ്തു വീതിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു മകന് സ്വത്ത് കുറച്ച് കുറഞ്ഞുപോയി. അപ്പൊ ആ മകൻ ഉമ്മയായിട്ട് പിണങ്ങി, ദുനിയാവാണ് കാരണം. യവന്റെ ഭാര്യ യവനോട് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഈ മുതുക്ക് കിളവി മരിച്ചെങ്കിലല്ലാതെ നിങ്ങൾക്ക് സമാധാനം കിട്ടൂല, അതുകൊണ്ട് നമുക്ക്
ഇനി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഉമ്മായ സോപ്പിട്ട് ഉമ്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളായിട്ടൊരു ജീവിതമില്ല. അപ്പോൾ ഉമ്മായ പിണങ്ങാണ്. കാരണം എന്താ? അവന് ദുനിയാവിൽ സുഖിച്ച് ജീവിക്കണമെങ്കിൽ അവൻ്റെ ഭാര്യ വേണം. ഉമ്മായ പിണക്കാണ്. ഒക്കെ ദുനിയാവിന് വേണ്ടിയാണ്. 3ഉം 4ഉം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായ മക്കളുള്ളവരെയൊക്കെ ചിലപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട്, ഉസ്താദെ നൗഷാദ് ബാക്കവിയുടെ സ്നേഹസാഗരല്ലേ, ഉമ്മായൊന്ന് അവിടെ ആക്കണം. അങ്ങനെ ഞങ്ങൾ എടുക്കൂല. ഞങ്ങൾ നടത്തുന്നത് മക്കൾക്ക് കൊണ്ടാക്കാൻ പറ്റിയ വൃദ്ധസദനല്ല. വഴിയോരങ്ങളിൽ ആരുമില്ലാതെ വലിച്ചെറിയപ്പെട്ടവരെ, രോഗികളായി തളർന്നു കിടക്കുന്നവരെ ഏറ്റെടുത്ത് അവരെ പരിപാലിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഞാനും കൂടെയുള്ള കുറേ ആളുകളും ചെയ്യുന്നത്. അല്ലാതെ മക്കൾ മാസാമാസം ഫീസ് അടച്ചിട്ട് നോക്കുന്ന സാധനമല്ല. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അല്ലാഹു തആല അത്തരം അവസ്ഥകൾ വരുന്നതിനെ തൊട്ടൊക്കെ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കൾ വിളിച്ചു പറയും, ഞാനിവിടെ ദുബായിൽ ജോലിയാണ് ഉസ്താദെ, ഇളയ മകൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അവന് നാട്ടിൽ നിൽക്കാനുള്ള സമയമില്ല. അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണ്. മരുമക്കളും ഉമ്മായിട്ട് ശരിയാവില്ല. അതുകൊണ്ട് ഉമ്മായെ ഉസ്താദ് മാസം എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, ഉമ്മായ ഒന്ന് അവിടെ ഏറ്റെടുക്കും. എങ്ങനെ തോന്നുകയാണ് മക്കൾക്ക് പറയാൻ? കുറേ ദുനിയാവിൻ്റെ സുഖങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ ഉമ്മയല്ലാതായി പോകും. അതിനൊരു പരിധിവരെ ഉമ്മമാർ തന്നെയാണ് കാരണം. ദീൻ പഠിപ്പിക്കേണ്ട സമയത്ത് ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇതുപോലുള്ള മദ്രസ, ഈ കെട്ടിടമൊക്കെ എത്ര ഭംഗിയായി എത്ര വൃത്തിയായി ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇവിടെയൊന്നും പറഞ്ഞു വിട്ട് അരമണിക്കൂർ പോലും മകനെ ഇരുത്താനുള്ള സൗകര്യം ഉമ്മാക്കില്ല. അതിനു മുമ്പ് വന്ന് ഉസ്താദിൻ്റെ പറയും, മറ്റേ വണ്ടി വന്ന് മറച്ച വണ്ടി വന്ന് വിട്, മോനെ വിട്. ഉസ്താദ് ഇറക്കിയങ്ങ് വിട്. ഉസ്താദിനെന്താ? അവസാനം ഇതുപോലെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കിടന്ന് കരയേണ്ടി വരും. നമ്മുടെ ഈ പാലക്കാടും കോഴിക്കോടും ഒക്കെ എത്രയോ ഉമ്മമാരെങ്ങനെയുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ നീ കാക്കണേ അല്ലാ. കൊള്ള നടക്കുന്നത് ദുനിയാവിന് വേണ്ടിയാ, കൊലപാതകം നടക്കുന്നത് ദുനിയാവിന് വേണ്ടിയാ. കൂടെയുണ്ടാവുമെന്ന തോന്നല് മാത്രമാണ് അവസാനം വലിയ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ടൊരൊറ്റ ഓട്ടമാണ് ദുനിയാവ് മുഴുവൻ ആളുകളോടും ചെയ്തതെങ്ങനെയാണ്? ഞാൻ കൂടെ ഉണ്ടാകുമെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകും. 10 ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുകയല്ലേ, എനിക്ക് നാലൂര് തച്ചമ്പൂരിൽ ആരോടും അടികൂടാനും എനിക്കൊരു പേടിയില്ല, എന്റെ കയ്യിൽ പണമുണ്ടല്ലോ. എനിക്ക് കിനാലൂര്, കോഴിക്കോട്, കൊടുവള്ളിയിൽ, താമരശ്ശേരിയിൽ, ആവിലോറയിൽ എനിക്ക് കുറച്ച് വസ്തു കിടക്കുന്നുണ്ട്. ബാലുശ്ശേരിയിൽ 1 സെന്റിന് 5 ലക്ഷം രൂപ വില വരുന്നതാണ്. 1 ഏക്കർ സ്ഥലം കിടക്കുന്നുണ്ട്. ഞാൻ ആരെയാ പേടിക്കേണ്ടത്? ഏത് ഉമ്മ പോയാലെന്താ, ഏത് വാപ്പ പോയാലെന്താ, ഏത് മൊയ്ലാരി ചീത്ത വിളിച്ചാലെന്താ, ഏത് കൂട്ടുകാരനോട് ഉടക്കിയാലെന്താ? ആ ഒരു ചിന്ത മനസ്സിൽ ഇബ്ലീസ് ദുനിയാവിലൂടെ ഇട്ട് തരുന്നതാണ്. അവസാനം നിന്നെ തള്ളിയിടുന്ന ഒരിടലുണ്ട്. ഒരിക്കലും തിരിച്ചു കയറി വരാൻ കഴിയാത്ത പടുങ്കുടിയിലേക്ക് അല്ലാഹുവേ നിന്നെ തള്ളിയിടുന്ന ഒരവസ്ഥയുണ്ട്. റബ്ബേ നീ കാക്കണേ അല്ലാ. ദുനിയാവ് കൊണ്ട് പരാജയപ്പെട്ടു പോയ 2 പേരെയും, ദുനിയാവ് കൊണ്ട് രക്ഷപ്പെട്ടു പോയ 2 പേരെയും ഞാൻ പറഞ്ഞു തരാം. ദുനിയാവ് കൊണ്ട് പരാജയപ്പെട്ടു പോയ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ ഒന്നാമനായി നമുക്ക് കാണാൻ കഴിയുന്നത് ഫിർഔനാണ്. അന റബ്ബുക്കുമുൽ അലാ. ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്നാ പറഞ്ഞത്. വലിയ മുതലാളി എന്നല്ല, ഞാനാണ് ഈ പള്ളി വെച്ചതെന്നല്ല, ഞാനാണ് തച്ചമ്പോയില് പണ്ട് മുതലേ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നല്ല, ഞാൻ റബ്ബാൻ. അങ്ങനെ പറഞ്ഞ ആരും ദുനിയാവിൽ വേറെ ഇല്ല. ഇവൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത്രക്ക് ദുനിയാവ് ഉണ്ടായിരുന്നു ഫിർഔനിന്. ഒരു ദിവസം ഒരു മാട് തിന്നുമായിരുന്നു എന്നാണ്. മാടെന്ന് പറയുമ്പോൾ അന്ന് പോത്തോ മൂരിയോ കാളയോ എന്തോ ആ സാധനം മുഴുവനും അന്നത്തെ വലിയ ആടല്ലാത്ത വലിയ മൃഗം ഒരെണ്ണം മുഴുവനായിട്ട് കഴിക്കുമായിരുന്നെന്നാ. വളരെ ചെറിയ സാധനം മാത്രമേ അതിൽ നിന്ന് കളയുള്ളൂ, ബാക്കി ഫുള്ള് കഴിക്കുമായിരുന്നെന്നാ പറയാം. അതാണ് ഫിർഔൻ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് ഇന്നൊരു ബക്കറ്റ്, സംഘാടന ബക്കറ്റ് കൊണ്ടുവരും. വോളണ്ടിയർമാരില്ലേ, നനഞ്ഞ് തളർന്നോ? അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല കൂലി തരട്ടെ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടി. ശരിക്ക് ത്യാഗം ചെയ്തു പാവപ്പെട്ട മക്കൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ. സ്ത്രീകൾ പിന്നെ ഞാൻ പറയുന്നതിന് മുമ്പേ ബക്കറ്റ് ഇറക്കം തുടങ്ങിയെന്നാണ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം. അത് കസേര ഇടുന്നതിന് മുമ്പ് ബക്കറ്റ് കൊണ്ടുവരക്കം തുടങ്ങി. ഒക്കെ പറഞ്ഞിട്ടേ ചെയ്യാവൂ. എല്ലാവർക്കും പറയുമ്പോൾ ചെയ്താൽ മതി. പറയുമ്പോൾ നിങ്ങൾ ഉറങ്ങരുത്, പറയുമ്പോൾ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, ഈ ബക്കറ്റിലേക്ക് സ്വതക്കയിട്ട് കൊടുക്കുന്നവരെ ദുനിയാവിൻ്റെ ചതിയത്തൊട്ട് കാക്കണേ അല്ലാ. ഈമാനോടുകൂടി അല്ലാതെ മരിപ്പിക്കല്ലല്ലാ. എന്ത് ആഗ്രഹമാണോ ഇതിൻ്റെ പിന്നിൽ ഈ സ്വതക്ക ചെയ്യുമ്പോൾ അവർക്കുള്ളത്, അത് നീ നടത്തി കൊടുക്കണേ റഹ്മാനെ.
ബലാ മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ, ആപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. വേഗം കൊണ്ട് ചെല്ലി. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും ചെയ്തു കൊടുക്കും. അപ്പൊ ഫിറഔൻ എന്താ പറഞ്ഞത്? ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്നാ പറഞ്ഞത്. ആണായ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നരു ചെയ്ത ഫറോവ, ആ നാടോ വാണിടും കാലം മൂസാ നബി പിറന്നേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചപ്പോ പിറന്നു വീഴുന്ന മുഴുവൻ ആൺകുട്ടികളെയും കഴുത്തറുത്തും കടുപ്പ് നെരിച്ചും പച്ച മണ്ണ് വെട്ടിയിട്ട് കുഴിക്കകത്തേക്കിട്ടും കൊന്നുകളഞ്ഞ കാലമാണ്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതത്തോടെ വളർത്തിക്കൊണ്ടുവന്നത്. ആ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ഫിർഔൻ ഒന്നും അംഗീകരിക്കാതെ, ഒന്നും സ്വീകരിക്കാതെ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് നീങ്ങിയതെങ്കിൽ അവസാനമാ ഫിർഔനിന് സംഭവിച്ചു പോയത് നിങ്ങൾക്കറിയാം. കൂടെയുണ്ടായിരുന്ന ദുനിയാവ് കൈയൊടിഞ്ഞു പോയ നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? കൂടെയുണ്ടായിരുന്ന പണം, കൂടെയുണ്ടായിരുന്ന സമ്പാദ്യം കൈയൊടിഞ്ഞു പോയ നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? പ്രിയപ്പെട്ടവര്, നബിയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയിട്ട് ഫിർഔൻ അങ്ങനെ താണുപോകുമ്പോ ആ ഫിർഔൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആമന്തു ബിറബ്ബി മൂസാ, ഞാൻ മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. ആരാ പറഞ്ഞത്? ഫിർഔൻ. അങ്ങനെ പറഞ്ഞു. അവസാനം അങ്ങനെ പറഞ്ഞു. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവൻ വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് പറഞ്ഞു, ആമന്തു ബിറബ്ബി മൂസ, ഞാൻ മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. പാവപ്പെട്ട മൂസാ നബി അള്ളാഹിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, റബ്ബേ പരിഗണിക്കാൻ പറ്റുമോ? ഇത്രയും ഉപദ്രവം മൂസാ നബി കൊടുത്ത ആളാ. പ്രവാചകന്മാരെങ്ങനെയാണ്? ഇത്രയും ഉപദ്രവം കൊടുത്തു. ഏത് പ്രവാചകൻ ക്ഷമിച്ചാലും മൂസാ നബി ക്ഷമിക്കാൻ പാടില്ല. അത്രയ്ക്ക് ഉപദ്രവം നടത്തി. എന്നാലും മൂസാ നബി അലൈഹി സ്വലാം പാവല്ലേ, പോട്ടെ, വിശ്വസിച്ചു എന്ന് പറയല്ലേ. അള്ളാഹ് എങ്ങനെ നോക്കിയപ്പോൾ അള്ളാഹ് പറഞ്ഞു, ആ ചെളിമണ്ണ് മാരി അവന്റെ അണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇത്രയും അവസരം ഞാൻ അവന് കൊടുത്തില്ലേ, ഇത്രയും അവസരങ്ങൾ അവന് കൊടുത്തില്ലേ, ഇനി അവന്റെ വിശ്വാസം എനിക്ക് ആവശ്യമില്ല. ദുനിയാവ് പുറകെ നടന്ന് 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 ഞാനാണ് വലിയ രാജാവ്, ഞാനാണ് വലിയ മുതലാളി, കിനാലൂരും തച്ചമ്പൂരിലും ഞാനല്ലാതെ വേറെ ആരുമില്ല, ഏത് മൊയ്ലിയാർ, ഏത് പള്ളി, ഏത് മദ്രസ എന്നൊക്കെ ചോദിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവുന്നത് ദുനിയാവ് അവനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഭരണം നടത്തുന്നത് കൊണ്ടാണ്. എല്ലാം കഴിഞ്ഞ് അവസാനം ഇങ്ങനെ മാരക രോഗം വന്നങ്ങനെ കിടക്കുമ്പോൾ ദുനിയാവ് പറഞ്ഞിട്ട് ആ കിടക്കുന്നു, ഇനി നിങ്ങളായി നിങ്ങളെ പാടായി. ആ സമയത്ത് സമദ് വൈസിയുടെ നമ്പറുണ്ടോ മക്കളെ, മജ്ലിസ് നൂർ എന്നാണടാ, ഒന്ന് ദുആ ചെയ്യാൻ പറയടാ. ആ സമയത്ത് അങ്ങനെ തോന്നും. കാര്യമില്ല, കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ ആള്, ദുനിയാവ് കൊണ്ട് വമ്പം പരാജയം നേടിയ ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആളാരാണ്? അയാബൂനാലർക്കത്താൽ ഖുറൈശികളൊത്തൊരുമിത്തവർ പാടി, അനാഥയാലിവനാണോ നബിയായി വന്നോ, ധനവും പ്രതാപവും ഞങ്ങളിലാണ്, രാജാക്കൾ ഞങ്ങളിൽ ഉള്ളവരാണ്, നേതാക്കൾ ഞങ്ങളിൽ പെട്ടവരാണ്, എന്നിട്ടീയത്തീമായോ നബിയായി വന്നോ, ഇപ്പോഴീ മിസ്കീനായോ നബിയായി വന്നോ. ഇവിടെ നേതാക്കളാകാൻ ഞങ്ങളുണ്ടല്ലോ, ഇവിടെ രാജാക്കന്മാരാകാൻ ഞങ്ങളുണ്ടല്ലോ, പണവും പവറും അധികാരവും ഞങ്ങൾക്ക് മാത്രമാണല്ലോ. ഇത് മക്കയുടെ മണ്ണിൽ പിന്നുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞതാരാ? അബൂജഹലാണ്. എപ്പോഴൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ, എപ്പോഴൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അത് മുഴുവനും ചെയ്തവനാണ് അബൂജഹൽ. പണമുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു, പവറുണ്ടായിരുന്നു. ആരംഭ റസൂലിനെ എവിടെ വെച്ച് കണ്ടാലും കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് വാളിന് മൂർച്ച കൂട്ടിയിട്ട് കാത്തിരുന്നവനാ. ബദർ യുദ്ധം നടക്കുമ്പോ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മക്കള്, ഞാനാണ് അവന്റെ തല വെട്ടുന്നത്,
വെട്ടുന്നത്, ഞാനാണ് അവന്റെ തല വെട്ടുന്നത്. എന്റെ മുത്തുനബിയെ പരിഹരിച്ചവനാ, എന്റെ അള്ളാന്റെ ഹബീബിനെ തെറി വിളിച്ചവനാ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളാണ് അബൂജഹലിന്റെ തല വെട്ടിയെടുത്തത്. അതുവരെ കൂടെ നടന്ന ദുനിയാവില്ലേ, പണമില്ലേ, പവറില്ലേ, അധികാരമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വതും തകർന്ന് തരിപ്പണമാവുകയാ. അതുവരെ കൂടെ ഉണ്ടായിരുന്ന മക്കളെ ബക്കറ്റ് പൈസ ഒന്നും ഇല്ലേ? നോക്കട്ടെ, ഒന്നുമില്ലേ? അല്ലാ, ഉണ്ടോ? എല്ലാവരും സഹായിക്കണേ, കടമൊക്കെ തീർക്കണം. അള്ളാഹു താല ബറക്കത്തിട്ട് താത്തമാർ ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്ത്, ജിബിരിത്തങ്ങളൊന്നും വരണ്ട, ഉദ്ഘാടനമൊക്കെ കഴിച്ച് ഇടിച്ചു കയറിയില്ലേ മഴ പെയ്തപ്പോ. അപ്പോ ഈ ദുനിയാവ് പുറകെ നടന്ന് നശിപ്പിച്ചു ഫിർഔനിനെ, അബൂജഹലിനെ. അബൂജഹൽ ചില്ലറ ഉപദ്രവമൊന്നുമല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഫിർഔന് മൂസ, ഫിർഔനി, എന്റെ ഫിർഔൻ അശദ്ദു മിൻ ഫിർഔനി മൂസ, മൂസാ നബിയുടെ ഫിർഔനിനെക്കാളും ശക്തനാണ് എന്റെ ഫിർഔൻ എന്ന നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ, മൂസാ നബിയുടെ ഫിർഔൻ മരിക്കാൻ നേരത്തെ എന്ത് പറഞ്ഞു? ആമന്ത് ബി റബ്ബി മൂസ, ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. മുത്തുനബിയുടെ ഫിർഔനെ അബൂജഹൽ എന്താ പറഞ്ഞെന്നറിയോ? തല വെട്ടാൻ നേരത്ത് താഴോട്ട് ഇറക്കി വെച്ച് വെട്ടടാ, മുഹമ്മദിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ തലയുടെ ഗൗരവം അവനൊന്ന് കാണട്ടെ. നോക്കി എത്ര വിവരം ഉണ്ടെന്നാലും. അതാണ് അബൂജഹൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ്റെ വാപ്പാന്നാ. മക്കൾക്ക് പേരിട്ട് കളയരുത്. അബൂജഹൽ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ്റെ വാപ്പാന്നാ. ആരൊക്കെ ലോകത്ത് വിവരമില്ലാത്തവരുണ്ടോ അവരൊക്കെ വാപ്പ മൂപ്പരാ. അതാണ് എൻ്റെ അർത്ഥം. ആ സമയത്ത് പറയാൻ, എൻ്റെ തല കുറച്ച് താഴെ വെച്ച് വെട്ടിയിട്, കൊണ്ട് കാണിച്ചു കൊടുക്ക് മുഹമ്മദിന് എൻ്റെ പവർ എന്തായിരുന്നു എന്ന്. മരിക്കാൻ പോകുമ്പോഴും പവർ. ഇതാണ് ദുനിയാവ് പുറകെ നടന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ. അസ്രായിൽ വരുമ്പോഴും താക്കോല് മോന് കൊടുക്കൂല, പിടിച്ചു വെച്ചിരിക്കും, മുറുക്കി വെച്ചിരിക്കും. മോമെന്ന് പറയും, വാപ്പ ഇപ്പൊ ഇത്രയൊക്കെ ആയില്ലേ, 190 വയസ്സായി, കുറെ കാലം കൊണ്ട് ഞങ്ങൾ പുറകെ കിടക്കാണ്. താഴത്തെ 40 സെന്റ് റബ്ബർ ആർക്ക, കൊടുവള്ളിയിലെ സ്വർണ്ണക്കട ആർക്ക, പള്ളിയുടെ താഴെ ഇങ്ങനെ കിടക്കുന്ന പാടം ആർക്കാണ്. വാപ്പ ഇതുവരെ തീരുമാനം പറഞ്ഞില്ല. വാപ്പ ഇങ്ങനെ താക്കോലും പ്രമാണമൊക്കെ കട്ടിൻ്റെ അടിയിലാണ്. വാപ്പയുടെ മയ്യത്തെടുത്താലേ മെത്തരടിക്കുന്ന സാധനം എടുക്കാൻ പറ്റുള്ളൂ. വാപ്പ അങ്ങനെ കിടക്കണം. അതാണ് ദുനിയാവ്, കൊടുക്കൂല. മരിക്കണ സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നെന്ന് വാപ്പാക്കൊരു സമാധാനം. അങ്ങനെ ഒരു എന്തിനാണത്? എന്ത് മാങ്ങാത്തൊലിക്കാണത്? എന്ത് കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പോയവരൊക്കെ എന്ത് കൊണ്ടുപോയി? കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. രാജാവിനെ പോലെ യാത്ര ചെയ്തവര് അവസാനം ഒരു തടിക്കഷണത്തിന്റെ മുകളിൽ എടുത്തു വെച്ചുകൊണ്ട് പോയി നിങ്ങൾ കണ്ടില്ലേ? മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. ഏറ്റവും വലിയ കിനാലൂരിലെ തച്ചമ്പൂരിലെ ഏറ്റവും വലിയ മാളികാ സൗധത്തിന്റെ മുകളിൽ ഉല്ലസിച്ചിരുന്നവനാണ് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും എന്ന് പറഞ്ഞ് 3 പിടി മണ്ണ് വാരിയിട്ട്, ഇതെന്ത് സംഭവം? 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് അവന്റെ നെഞ്ചിലേക്ക് എടുത്ത് വെച്ചു കൊടുത്തത് നിങ്ങൾ കണ്ടില്ലേ? ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവ് പിന്നാലെ നടന്നിട്ട് പിടികൊടുക്കാതെ രക്ഷപ്പെട്ട 2 ആളുകളെ ഞാൻ പറഞ്ഞു തരട്ടെയോ? ദുനിയാവ് പിന്നാലെ നടന്നിട്ട് പിടികൊടുക്കാതെ രക്ഷപ്പെട്ട 2 ആള് പറഞ്ഞു തരട്ടെയോ? പിന്നാലെ ഓടിച്ചാടി നടന്നിട്ട് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു പോയ 2 ആളെ പറഞ്ഞു തരട്ടെയോ? അതിലൊന്നാമത്തെ ആളാരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയി, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് പെണ്ണ് കെട്ടാൻ വേണ്ടി മുസ്ലിമായ ആളല്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ 50,000 സ്വർണ്ണ നാണയങ്ങളുടെ അവകാശം ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തീരെ പാപ്പരൊന്നും ആയിരുന്നില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അത്രയും ഉണ്ടായിരുന്നു. എന്ത് വിഷയം പറഞ്ഞാലും ഒന്നും ചിന്തിക്കൂല. അന യാ ഹബീബല്ലാഹ്, ഒന്നാമത്തെ ആള് ഞാനാ റസൂലേ. എന്ത് വിഷയം പറഞ്ഞാലും, പാവങ്ങൾക്ക് വീട് വെപ്പ്, ഞാനുണ്ട് റസൂലേ. യുദ്ധത്തിന് സാമ്പത്തികം വേണം, ഞാനുണ്ട് ഹബീബേ. എല്ലാത്തിനും ഞാൻ. കിണർ വെട്ടണം, ഞാനുണ്ട് ഹബീബേ. ഒന്നാമത്. രണ്ടാമതേ ബാക്കിയുള്ളവർക്ക് സ്ഥാനമുള്ളൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മത്സരിച്ചെപ്പോഴും തോറ്റുപോയിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാ സമയത്തും ഞാനുണ്ട്. എന്തുണ്ടെങ്കിലും, എന്താണോ വീട്ടിലുള്ളത് അത് മുത്തുനബിക്കോ അള്ളാഹുവിനുള്ളതാണ്.
അതാണ് അബൂബക്കർ സിദ്ദീഖ്. സുഖിപ്പിക്കാൻ തോന്നിയില്ല. ഒരല്പം പോലും ഇബ്ലീസിനും ദുനിയാവിനും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തിരുന്ന് വിട പറയുന്ന സമയത്ത് വലമ്മാ മാത അബീ അബൂബക്കർ സിദ്ദീഖ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയപ്പോ മാ തറക മാലം വലാ ശൈആ, ഒരു സ്വത്തോ ഒരു ചെറിയ തുണിക്കഷണമോ ബാക്കി വെച്ചിരുന്നില്ല. മുഴുവനും അല്ലാഹു കൊടുത്തിട്ടാ പോയത് എന്ന് പറഞ്ഞാൽ മക്കൾക്കൊന്നും കൊടുക്കണ്ട എന്നോ നിങ്ങളുടെ കുടുംബത്തിനൊന്നും ബാക്കി വെക്കണ്ട എന്നോ അല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് ശരീരം നിറച്ച് കീറിയ വസ്ത്രത്തിന്റെ ശകലങ്ങൾ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വന്നു. യാ റസൂലല്ലാഹ്, നബിയേ ഒരു വസ്ത്രം തരുമോ നബിയേ, എനിക്കൊരു വസ്ത്രം തരുമോ ഹബീബേ. ആ നല്ലൊരു വസ്ത്രം ധരിക്കാനുള്ള കൊതി കൊണ്ടാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരു വസ്ത്രം എടുത്തു കൊടുക്കാനില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യില് ആ വന്ന് ചോദിച്ച മനുഷ്യനൊരു വസ്ത്രം എടുത്തു കൊടുക്കാനില്ല. എന്റെയും നിങ്ങളുടെയും അലമാര തുറന്നാൽ എത്ര ദിവസത്തെ വസ്ത്രമാണ്. നൗഷാദ് വാക്കവി ഒരു 8 ദിവസത്തേക്ക് പ്രസംഗത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ പെട്ടിക്കകത്ത് 8 ജുബ്ബയും 8 മുണ്ടും 8 ഷോളും ഒക്കെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അലയ്ക്ക് തേച്ചെടുത്തു വെച്ചിട്ട് അത്തറും ബഡ്സും ബിക്സും ഒക്കെ എടുത്തു വെച്ചിട്ട് യാത്രയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പെട്ടിക്കകത്ത് ഒരുക്കി വെച്ചിരിക്കുമ്പോ, നിങ്ങളുടെയും വീട് അങ്ങനെ തന്നെയാണ്. ഒരാഴ്ചത്തെ യാത്ര പോകുമ്പോ, ഒരു മാസത്തേക്ക് എവിടേക്കെങ്കിലും നിങ്ങൾ ടൂർ പോകുമ്പോ എത്ര ജോഡി ഡ്രസ്സാണ് നിങ്ങൾക്കും മക്കൾക്കും വേണ്ടി നിങ്ങൾ എടുത്തു വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളുടെ ഡ്രസ്സ് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? ചെറുതും വലുതുമായി, നിറങ്ങളുള്ളതും നിറങ്ങളില്ലാത്തതും മുത്തുള്ളതും വള്ളിയുള്ളതും ഒക്കെ ആയിട്ട് എത്ര ഡ്രസ്സുകളാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, നബിയേ ഒരു കുഞ്ഞു വസ്ത്രം തരുവോ നബിയേ. നല്ല വസ്ത്രം ധരിക്കാനുള്ള കൊതി കൊണ്ടാണ് ഹബീബേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന് എടുത്തു കൊടുക്കാൻ ഒരു വസ്ത്രമില്ലാതായി പോയി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന വീട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ അബൂബക്കറാണ്, ആർക്കും ഒന്നും കൊടുക്കാതെ മടക്കി വിടാത്ത അബൂബക്കറാണ്, ആര് ചെന്നാലും നിരാശപ്പെടുത്താത്ത അബൂബക്കറാണ്. അതുകൊണ്ട് അവിടെ ചെല്ലാന്ന് പറഞ്ഞു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരൻ കടന്നു ചെല്ലുകയാണ്. ചെന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ ഈന്തപ്പനയുടെ മടൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാതിൽ ഇങ്ങനെ മുട്ടുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാതിൽ തുറക്കുകയാണ്. ഈ പ്രിയപ്പെട്ട മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ നല്ലൊരു വസ്ത്രമില്ല തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു വിട്ടിരിക്കുന്നത്, മുത്തുനബിയാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിലടയ്ക്കുകയാ. വന്ന മനുഷ്യൻ വിചാരിച്ചു ഒന്നും തരാതെ വാതിലടച്ചെന്നെ പുറത്താക്കുകയാണെന്ന്. ജനാലയിലൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ പുറത്തിട്ടിട്ട് പറയുന്നു, പോകല്ലേ പോകല്ലേ, നിനക്ക് ഞാനൊരു വസ്ത്രം തരാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാൻ വേറെ വസ്ത്രമില്ലാത്തത് കൊണ്ട് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, ലോകത്ത് ഇതുപോലെ സ്വതക്ക ചെയ്ത ഒരാളെ കാണിച്ചു തരാ. എന്റെ കിനാലൂർ പച്ചമ്പൂല് വന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയോ? ധരിച്ചിരുന്ന വസ്ത്രത്തെ ജനാലയിലൂടെ അടിച്ചു പുറത്തേക്ക് കൊടുക്കുകയാണ്. ആ മനുഷ്യനാ വസ്ത്രവും കൊണ്ട് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹ് പുന്നാര ഹബീബിന്റെ ചാരത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മദ്ഹ് പറയുകയാണ്, കണ്ടില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ് ഞാൻ പറഞ്ഞില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വതക്കയുടെ മഹത്വം ഞാൻ പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് ളുഹർ നമസ്കാരത്തിന്റെ സമയമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്നില്ല.
ളുഹർ നമസ്കാരത്തിന്റെ സമയമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് വരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയിരുന്ന ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി. അള്ളാന്റെ റസൂലിനെ അങ്ങോട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിക്കുന്ന പോലെ തന്നെ ആരംഭ റസൂൽ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ട് ഒരു വഖത്തിൽ കണ്ടില്ലെങ്കിൽ സങ്കടമാണ്. സഹാബത്തിനോട് ചോദിക്കാണ്, എവിടെ എന്റെ അബൂബക്കറിനെ കണ്ടില്ലല്ലോ. ഞാൻ സലാം വീട്ടിയിട്ട് വലത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു, പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്ന എന്റെ അബൂബക്കറിനെ കണ്ടില്ലല്ലോ. അസ്ർ നമസ്കാരത്തിന്റെ സമയം വരെ കാത്തിരിക്കുകയാണ്, കണ്ടില്ല. എവിടെ മുത്ത് റസൂലിന്റെ അബൂബക്കർ എവിടെ? ബിലാൽ മുഅദ്ദിർ റളിയല്ലാഹു അൻഹു ഓടുകയാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം അടക്കി. എന്തേ ബിലാലേ വന്നതെന്ന് ചോദിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെ കാണാറ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ കിടന്ന് കരയുന്നുണ്ടെന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് തളർന്ന് കലങ്ങിയ കണ്ണുമായി ജനാലയുടെ ഭാഗത്ത് വന്നിട്ട് പറയുന്നു, ബിലാൽ പള്ളിയിലേക്ക് നമസ്കാരത്തിന് ധരിച്ചു കൊണ്ടുവരാ. എന്റെ അടുത്ത് വസ്ത്രമില്ല ബിലാൽ, നമസ്കാരത്തിന് പള്ളിയിൽ ധരിച്ചു കൊണ്ടുവരാൻ എന്റെ അടുത്ത് വസ്ത്രമില്ല. ആ വസ്ത്രം ഞാൻ ഈ പാവപ്പെട്ടവൻ അടിച്ചു കൊടുത്തു ബിലാലേ എന്ന് പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ അബൂബക്കറിന് പള്ളിയിൽ വരാൻ കഴിയാത്തത് ധരിച്ചുകൊണ്ട് ഇറങ്ങാനൊരു വസ്ത്രമില്ല നബിയേ. ആകെയുള്ള ഒരു വസ്ത്രമാണ് ആ മനുഷ്യനെടുത്ത് കൊടുത്തരെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ എന്ന് പറയുന്നു, ആയിഷ നിന്റെ വീടിന്റെ അകത്ത് റൂമിന്റെ അകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വസ്ത്രമുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നോക്കുമ്പോ ഒരു കറുത്ത കട്ടിക്കരിമ്പടം കിട്ടുകയാണ്. അതേ ഒരുപാട് ഹോളുകളുള്ള കീറിപ്പറഞ്ഞു പോയ കറുത്ത കട്ടിക്കരിമ്പടം കൊടുത്തേക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതും ധരിച്ചിട്ട് ഓടുകയാ. യാ റസൂലല്ലാഹ്, അങ്ങയെ കാണാതിരിക്കാൻ കഴിയണില്ല നബിയേ, അങ്ങയെ കണ്ടില്ലെങ്കിൽ അബൂബക്കർ മരിച്ചു പോകും നബിയേ. എങ്ങനെയാണ് ഇത്രയും സമയം ചെലവഴിച്ചതെന്ന് എനിക്കറിയില്ല ഹബീബേ എന്ന് പറഞ്ഞ് ഓടി വന്ന് പുന്നാര ഹബീബിനെ വാരി പുണരുകയാണ്. ലോക ചരിത്രത്തില് ഇതുപോലെ അല്ലാഹുവിന്റെ ദീനിനെ സ്വരക്ക ചെയ്ത ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ദുനിയാവിന്റെ ഒരംശം പോലും തന്റെ നെഞ്ചിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നില്ല, ഒരംശം പോലും. ഇന്ന ദുനിയാ ഹൽവത്തുൻ ഹളിറ, ദുനിയാവെന്ന് പറയുന്നത് പച്ച പിടിച്ചതും മധുരമുള്ളതുമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പക്ഷേ ആ ദുനിയാവിന്റെ ഒരു പച്ചപ്പും ഒരു മധുരവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തീണ്ടാൻ നിന്നു കൊടുത്തില്ല. രണ്ടാമത്തെ ആളാരാണ്? മഹദിയായ ഉമ്മയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. പറയൂ പ്രിയപ്പെട്ടവരെ, റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇതുപോലെ സമർപ്പണം നടത്തിയ വേറൊരു മഹദിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ജന്നത്തുൽ മുഅല്ലയിൽ മക്കത്ത് പോകുമ്പോൾ ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോൾ ആ ചരിത്രം ഓർത്തിട്ട് അവിടെ നിന്നിട്ട് അങ്ങനെ കരയണം. ഗ്രൂപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ 5 മിനിറ്റൊക്കെ കിട്ടുള്ളൂ. അല്ലാതെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് എന്താണ് ഇടയ്ക്കിടയ്ക്ക് തുണ്ട് അത് ഒരുമിച്ച് നിങ്ങൾക്ക് കൊടുത്താൽ മതി. നിങ്ങളിങ്ങനെ നടന്ന് ക്ഷീണിക്കണ്ട. മഴയത്ത് പിരിവുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണ്ട. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരണം കേട്ടോ. സദസ്സിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് ഒരു മോശമായതുകൊണ്ടാണ് പറഞ്ഞത്. പ്രസംഗത്തിൻ്റെ ഇടയിൽ അത് പറയണ്ടെന്ന് കരുതിയിട്ടാണ് ഒരാളെ ഞാൻ അങ്ങോട്ട് വിട്ടത്. എന്നിട്ട് നിങ്ങളാളെ വിട്ടു. അപ്പോൾ അതിൻ്റെ ആ സുഖം അങ്ങ് പോകും. അതുകൊണ്ടാണ്. എങ്ങനെയെങ്കിലും കുറച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. കുറച്ച് നേരമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ
അള്ളാഹുവിന്റെ ദീനിന് അത്രയും സമർപ്പണം നടത്തിയവരാണ്. ജന്നത്തുൽ മുഅല്ലയിൽ എപ്പോൾ നമ്മൾ പോയാലും കൂട്ടത്തിൽ നമ്മൾ പോയി ചിലപ്പോൾ 5 മിനിറ്റ് നിൽക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മക്കത്തുനിന്ന് ഒരു ടാക്സിയൊക്കെ വിളിച്ച് ഒന്നുകൂടി ജന്നത്തുൽ മുഅല്ലയിൽ പോയി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് നിന്ന് ഒന്ന് കരഞ്ഞ് ആ ചരിത്രമൊക്കെ ഓർത്ത് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ ശരീരം നിറച്ചു സ്വർണ്ണമായിരുന്നു. അത് വെറുതെ പറയല്ല. ഇന്നൊരു സ്വർണം ഇവിടുത്തെ മദർസയുടെ കടം തീർക്കാൻ ചോദിച്ചു നോക്കട്ടെ താത്തമാരോട്, അപ്പോഴറിയാം സ്വർണ്ണത്തിന് അങ്ങനെയാണ്, സ്വർണ്ണത്തിന് ഇങ്ങനെയാണ്, ഭർത്താവിന് വയ്യ, മോന് സുഖമില്ല, ഗൾഫിൽ അങ്ങനെയാണ്, ബുദ്ധിമുട്ടാണ്, മറ്റാണ് ഒക്കെ പറയും. ഇത് വെറും ഒരു ചരിത്രമല്ല. വർണ്ണത്തെളിവൊളി മികവേറും മണിമച്ചിൽ സ്വർണ്ണ താമരകത്തിലെ സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. ഷാമിൽ കച്ചവടത്തിന് പോയി മുഹമ്മദ് സല്ലല്ലാഹു ഷാമി കഴിക്കാന് കാത്ത് ഖദീജ റളിയല്ലാഹു കണ്ണിൽ എണ്ണ ഒഴിച്ച് കാലെ കൂട്ടി ഒരുങ്ങിയിരുന്ന് നോക്കി കണ്ണു കടച്ചു കുടഞ്ഞല്ലോ. സ്വർണത്തിന്റെ രാജകുമാരിയായി അധികാരത്തിന്റെ റാണിയായിട്ടിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടവളായി മാറിയപ്പോ എല്ലാം അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കുകയാണ്. ഒന്നും ബാക്കി വെക്കാതെ സർവ്വതും പടച്ചവന്റെ ദീനിന് കൊടുക്കുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അനന്തര സ്വത്തായിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, കരളായ പൊന്നുമോള്, അല്ലാഹുവിന്റെ റസൂൽ ഏറെ ഇഷ്ടപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുത്തത് കേവലം ഒരു മുത്തുമാല മാത്രമാ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തുനിന്ന് വിട പറഞ്ഞപ്പോ ആദ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചു വല്ലാണ്ട് വേദനിച്ചു പോയ സമയമാ. മുത്തു ഹബീബ് നീറിപ്പോയ സമയമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ച് നീറിപ്പോയ സമയമാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് ആ ശരീരമൊന്ന് പൊതിഞ്ഞെടുക്കാൻ കേവലം 3 കഷണം തുണി വാങ്ങാനുള്ള സാമ്പത്തികം പോലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, 3 കഷണം തുണി വാങ്ങാൻ അന്ന് കൊടുക്കേണ്ടുന്ന നാണയത്തൊട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് മരിച്ചു കിടക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ വലത്തെ ചെവിയിൽ പോയി പറഞ്ഞു, എന്റെ ഖദീജ സ്വർഗത്തിന്റെ റാണിയാണ്, എന്റെ ഖദീജക്ക് സ്വർഗത്തിന്റെ വസ്ത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് തുറന്നിരുന്ന കാലിന്റെ ഭാഗത്ത് മക്കയുടെ ഇദ്ഹർ പുല്ല് കൊണ്ടുവന്നു മറച്ചു വെച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുകയാ. എത്ര ഭൗതിക ലോകത്തിന്റെ സുഖം വന്നിട്ടും അല്ലാഹനെയും റസൂലിനെയും മറക്കാത്ത ഖദീജ കിനാലൂരിലെ തച്ചമ്പൂരിലെ സഹോദരിമാരോട് പറയുകയാ, ആരും വരൂല പൊന്നുമോളെ, ആരും വരൂല മോളെ, ഈ കുറ്റാങ്കുറ്റിരട്ടിന്റെ ഖബർസ്ഥാനിലേക്ക് നിന്റെ മയ്യത്തിറക്കി വെച്ചാല് ആരും വരൂല മോളെ എന്ന് ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടിട്ട് എന്റെ നെഞ്ചുപൊട്ടിപ്പോയി. ആ വീഡിയോയുടെ അടിയിൽ എഴുതുന്നുണ്ട്, ഒരു മക്കൾക്കും ഈ ഒരവസ്ഥ വരാതിരിക്കട്ടെ. ആ വീഡിയോ ഉമ്മാന്റെ മയ്യത്തിന്റെ ചാര വന്നിരിക്കുന്ന 2 മക്കളുടെ വീഡിയോ ആണ്. മരണപ്പെട്ടു പോയ ഉമ്മാന്റെ അടുത്ത് പറക്കമുറ്റാത്ത 2 പ്രിയപ്പെട്ട പിഞ്ചുമക്കള്. അല്ലാഹുവേ, 4 വയസ്സും 6 വയസ്സും മാത്രം പ്രായം വരുന്ന മക്കള് ഉമ്മാന്റെ മീസാൻ കല്ലിന്റെ ചാരത്ത് വന്നിട്ട് ഉമ്മച്ചിയോട് സംസാരിക്കുകയാണ്. വാപ്പയുടെ വർത്തമാനങ്ങൾ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാണ്. ഉമ്മച്ചിക്ക് സുഖമാണോ എന്ന് ചോദിക്കാണ്. എന്നിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയോട്, ഉമ്മ ഇവിടെയല്ലേ മരിച്ചത്, ഇവിടെയല്ലേ ഉമ്മയെ അടക്കിയത്, എന്നിട്ട് ആ പള്ളിയിൽ കബറ് കുഴിച്ചിട്ടിട്ടുണ്ട്, ഇനി മരിക്കുന്നവരെ അടക്കാൻ വേണ്ടി അഡീഷണൽ ഒരു കബറെടുത്തിട്ടിട്ടുണ്ട്. ആ കബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് ആ ഉമ്മയുടെ മോൻ പറയുകയാണ്, അനിയത്തിയോട് പറയുകയാണ്, നമ്മൾ മരിക്കുമ്പോഴും ഇവിടെയാണ് അടക്കുന്നത്, എന്റെ ഉമ്മയെ ഇതുപോലെയാണ് അടക്കിയത്. അല്ലാഹുവേ, ആ വീഡിയോ കണ്ടു തീർക്കാനും മക്കളെ സ്നേഹിക്കുന്നവർക്ക് കഴിയൂല, മനസ്സുള്ളവർക്ക് കഴിയൂല, കരുണയുള്ളവർക്ക് കഴിയൂല, സ്നേഹമുള്ളവർക്ക് കഴിയൂല. എന്റെ കിനാലൂര് തച്ചമ്പോയിൽ വന്ന ഉമ്മ, നമ്മളിത് പഠിക്കാത്തത് എന്തെങ്കിലും കുറച്ച് എച്ചിൽ കഷണം കിട്ടുമ്പോ അല്ലാഹയെ മറക്കാൻ, ദുനിയാവിനെ മറക്കാൻ, പടച്ചറ ദുനിയാവിനെ ഇഷ്ടപ്പെടാൻ പടച്ചവനെ മറക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ വെറുക്കാൻ എങ്ങനെ നമുക്ക് കഴിയുന്നു? പ്രിയപ്പെട്ടവരെ, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, ശാശ്വതമായത്
ശേഷിക്കുന്നത്, നശിക്കാത്തത് അത് ആഖിറമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് ഒരൽപ്പം പോലും അല്ലാഹയേക്കാൾ മുത്തുനബിയേക്കാൾ ദുനിയാവിനോടുള്ള സ്നേഹം നിനക്ക് കൂടണ്ട. ഇന്ന ദുനിയാ ബഹറുൻ അമീഖ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ആഴമേറിയ കടലാണെന്ന് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയാ. ആഴമേറിയ കടലാണ് ദുനിയാവ്. പണം കൊണ്ട്, ആഡംബരം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, ഭൗതിക ലോകത്തിന്റെ അധികാരം കൊണ്ട് അതിന്റെ അകത്തേക്ക് വീണുപോയാ അവിടെ നിന്ന് കരകയറാൻ കഴിയില്ല. അതുകൊണ്ട് ദുനിയാവ് പരാജയപ്പെടാതിരിക്കാൻ തഖുന സഫീനതുക ഫീഹാ തഖ്വല്ലാഹ്, തഖ്വ എന്ന് പറയുന്ന കപ്പലുണ്ടാക്കിയിട്ട് ആ കടലിന്റെ മുകളിലൂടെ യാത്ര ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ഒരല്പവും ദുനിയാവിന് കീഴ്പ്പെട്ടു പോകരുത്. ഇനി വരുന്ന മക്കളൊക്കെ കൊലപാതകം പേടിയില്ലാത്ത, ഉമ്മയെയും വാപ്പയെയും അധിക്ഷേപിക്കാൻ ഭയമില്ലാത്ത, അനുസരണക്കേട് കാണിക്കാൻ ഒട്ടും മടിയില്ലാത്ത തലമുറയാണ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ.